രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖമുള്ള മാസ്ക് ധരിച്ച് വമ്പൻ മോഷണം നടത്തി. ബിൽവാര ജില്ലയിലെ കരേഡിലാണ് സംഭവം നടക്കുന്നത്. ബസ് സ്റ്റാൻഡിലെ മാതേശ്വരി മൊബൈൽ ഷോപ്പിലാണ് ഈ മോഷണം നടന്നത്. 5 ലക്ഷം രൂപ വിലമതിക്കുന്ന 40ഓളം സ്മാർട്ട് ഫോണുകളാണ് മുഖംമൂടി ധരിച്ചതായി കള്ളന്മാർ കൊണ്ടുപോയത്. ഇതിൽ കള്ളന്മാരിൽ ഒരാൾ മുഖം മറക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖമുള്ള മുഖംമൂടി ധരിച്ചത് കടയ്ക്ക് മുന്നിലെ CCTVയിൽ പതിയുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കട തുറന്നപ്പോഴാണ് കടയുടമ ലക്ഷ്മൺ സെൻ മോഷണം നടന്ന വിവരം അറിയുന്നത്. CCTV പരിശോധിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖംമൂടി ധരിച്ചാണ് പ്രതികൾ എത്തിയതെന്നും കണ്ടെത്തി. കടയുടെ ഗേറ്റിലെ പൂട്ട് തകർത്താണ് സംഘം അതിന് അകത്തേക്ക് പ്രവേശിച്ചത്. തുടർന്ന് മുൻനിര കമ്പനികളിലെ വില കൂടിയ സ്മാർട്ട് ഫോണുകൾ മുഴുവൻ ഒരു ചാക്കിലാക്കി കടന്നുകളയുകയായിരുന്നു. പ്രധാന കമ്പനികളിലെ വില കൂടിയ സ്മാർട്ട് ഫോണുകളാണ് മോഷ്ടിക്കപ്പെട്ടതെന്ന് കട ഉടമസ്ഥനും പറഞ്ഞു. ഉടനെ തന്നെ പോലീസിനെ കടയുടമ വിവരമറിയിച്ചു. കരയുടെ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകളും നടത്തി. അന്നേ ദിവസം രാത്രി തന്നെ നഗരത്തിലെ മറ്റൊരു മൊബൈൽ ഷോപ്പിലും ഈ മുഖംമൂടി സംഘം മോഷണത്തിന് ശ്രമിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും നരേന്ദ്രമോദിയുടെ മാസ്ക് ധരിച്ച ആളെ അവിടെ കാണാമായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്ത വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പെരുമഴ തന്നെയാണ് നടക്കുന്നത്. മോദിയെ അപമാനിക്കാൻ നോർത്ത് ഇന്ത്യയിലെ കോൺഗ്രസുകാർ മനഃപൂർവ്വം ഈ മാസ്ക് ധരിച്ച് വന്നതാണെന്ന് ഒരു കൂട്ടർ പറയും. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഇത് RSSകാർ തന്നെ ചെയ്തതാണ്. മോദിയുടെ മുഖമുള്ള മാസ്ക് ഇട്ടാൽ കേസൊന്നും എടുക്കില്ല എന്ന ധൈര്യത്തിലാണ് അവരിങ്ങനെ കളവ് നടത്തിയെന്നും അവർ പറയും. BJPയുടെ റാലിക്ക് പോയിട്ട് വന്നവർ വേഷം മാറാതെ മോഷ്ടിക്കാൻ എത്തിയെന്നാണ് വേറെ ചില കമന്റുകൾ. മോദിയുടെ മാസ്ക് നേരത്തെയും രാജ്യത്ത് ഒരു തരംഗമായി മാറിയിരുന്നു. COVID-19 വ്യാപകമാകുമ്പോൾ പ്രതിരോധ മാർഗമായി നമ്മൾ മാസ്ക് ധരിക്കൽ നിർബന്ധമാക്കിയിരുന്നു. എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം സർക്കാരും പുറത്തിറക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ച ശേഷം കളയാവുന്ന മാസ്കുകൾ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത്. എന്നാൽ പിന്നീട് തുണി കൊണ്ടുണ്ടാക്കിയ വൃത്തിയാക്കിയ ശേഷം വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മാസ്കുകൾ വന്നു. വൈകാതെ തന്നെ പലതരം ഡിസൈനുകളും പല നിറങ്ങളിലും എല്ലാമുള്ള ഫാഷൻ മാസ്കുകളും വിപണിയിലുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് രാഷ്ട്രീയ നേതാക്കളുടെ മുഖം പ്രിന്റ് ചെയ്ത മാസ്കുകളും അന്ന് മാർക്കറ്റിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖമുള്ള മാസ്കിനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. മധ്യപ്രദേശിലെ ഓരോ ഷോപ്പുകളിൽ നിന്നും ആയിരക്കണക്കിന് മോദി മാസ്കുകൾ അന്ന് വിറ്റുപോകുമായിരുന്നു. മോദിയുടേത് മാത്രമല്ല കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും മുഖം അന്ന് മാസ്കിലുണ്ടായിരുന്നു. എന്നാൽ അക്കാലത്ത് ട്രെൻഡായി മാറിയത് നരേന്ദ്രമോദിയുടെ മുഖമുള്ള മാസ്ക് തന്നെയാണ്.